യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമുള്ള ബലം എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, സഹായം ആവശ്യമില്ലാത്ത മനുഷ്യരാരുമില്ല. സഹായം ചോദിക്കാത്തവരായോ ഒരിക്കലെങ്കിലും സഹായം സ്വീകരിക്കാത്തവരായോ ആരുമുണ്ടാകില്ല. മനുഷ്യരിൽ നിന്നുള്ള സഹായം നിന്നു പോകുന്നതും പലപ്പോഴും ലഭ്യമാകാത്തതും താൽക്കാലികവുമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ സഹായം എത്ര നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്യും. ഒരു ദൈവപൈതൽ, ഒരു കുടുംബം തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവർക്ക് ദൈവം സഹായം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദുഃഖത്തിൽ കഴിയുന്നവരാണെങ്കിൽ, ആശങ്കകൾക്കകത്ത് കഴിയുന്നവരാണെങ്കിൽ, പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതാണെങ്കിൽ, പ്രിയരെ, ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന, നിങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകിത്തരുന്ന സർവകൃപാലുവായ ഒരു ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള ആഹ്വാനം ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവ് നൽകിത്തരികയാണ്. പ്രിയരെ, സഹായം ഉയരത്തിൽ നിന്ന്, സർവശക്തനിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതിന് എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം പറഞ്ഞു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പു തരുന്നു. ദൈവത്തിന്റെ സഹായമില്ലാതെ നാം എത്ര പോരാടിയാലും, എന്തിനു വേണ്ടി പോരാടിയാലും അത് വിജയമാകുകയില്ല. എന്നാൽ ദൈവസന്നിധിയിലുള്ള വിശ്രമവും ദൈവത്തിൽ ഉള്ള ആശ്രയവും ഇന്നും സൂക്ഷിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയം വെച്ചവരാണെങ്കിൽ, യഹോവ തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ശത്രുവിനോട് നാം എതിർത്തു നിൽക്കേണ്ടവരാണ്. എന്നാൽ ദൈവാശ്രയ ബോധത്തിലല്ലാത്ത ഒരു എതിർത്തു നിൽപ്പ് വീണ്ടും പരാജയത്തിലെ കൊണ്ടു ചെന്നെത്തിക്കുകയുള്ളൂ. സഹായിക്കുമെന്ന് നാം ധരിച്ചിരിക്കുന്ന ദൈവസന്നിധിയിലുള്ള വിശ്രമത്തെ ഇല്ലാതാക്കുന്ന മിസ്രയീമിന്റെ കൂട്ടുകെട്ട് അതൊരിക്കലും ആഗ്രഹിക്കാതെ, മിസ്രയീമിൽ ആശ്രയിക്കാതെ, മിണ്ടാതെ ഇരുന്ന് ദൈവിക നടത്തിപ്പിലും ദൈവിക വാഗ്ദത്തത്തിലും വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലെ സകല വിജയവും മുന്നേറ്റവും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ്. ഇതിന് നമുക്ക് വളരെയേറെ മാനസിക ഒരുക്കവും അടിപതറാത്ത വിശ്വാസവും ആവശ്യമാണ്. പ്രിയരെ, ജീവിതയാത്രയുടെ മുൻപിൽ പോരാടുന്ന
ബലമുള്ള ശത്രു ഉണ്ടെന്ന് നാം കാണുമ്പോൾ, വഴി അടഞ്ഞിട്ടുണ്ട് എന്ന് നാം കാണുമ്പോൾ, വെല്ലുവിളികൾ ഉയർത്തുന്ന പ്രതിബന്ധങ്ങൾ പലതും ഉണ്ടെന്ന് കാണുമ്പോൾ, ആശ്രയിക്കുവാൻ കൊള്ളാത്ത, ചാരുവാൻ കൊള്ളാത്ത മിസ്രയീം എന്ന ഓടത്തണ്ടിൽ ചാരുവാൻ ആഗ്രഹിക്കരുത്. നീ ഒന്ന് ചെന്ന് ചാരിയാൽ അത് ഒടിഞ്ഞു പോകുന്ന ഓടത്തണ്ടാണ്. അത് ഒടിഞ്ഞ് നിന്നെ കൂടുതൽ മുറിപ്പെടുത്തുകയുള്ളൂ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച എബ്രായ ജനം ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ മുൻപിൽ പ്രതിസന്ധി, ചുറ്റിലും ബഹുവിധ പ്രതികൂലങ്ങൾ, പുറകിൽ ഫറവോനും കൂട്ടരും. ജനം പിറുപിറുക്കുകയും മിസ്രയീമിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അവർ ശാസിക്കപ്പെടുകയാണ്. മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ ഇതാണ് 14-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന വാക്യം. ദൈവിക നടത്തിപ്പിൻ പ്രകാരമുള്ള യാത്രയിൽ ഒരു പ്രതിസന്ധി ഉയരുമ്പോൾ ഞാൻ മരുഭൂമിയിൽ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പിറുപിറുക്കുകയും സ്വയം വിധി കൽപ്പിക്കുകയും മിസ്രയീമിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. പകരം ദൈവം പറഞ്ഞത് ഉറച്ചു വിശ്വസിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തിൽ വിശ്രമിച്ച് മിണ്ടാതിരിക്കുക. ബാക്കി ദൈവം ചെയ്തുകൊള്ളും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് ദൈവപൈതന്റെ ബലമിരിക്കുന്നത്. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം, എന്നാൽ രക്ഷിക്കപ്പെടും. മിസ്രയീമിന്റെ കൂട്ടുകെട്ട് ആഗ്രഹിക്കാതെ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൽ വിശ്വസിക്കണം. ആകുല ചിന്തകളും ദൈവഹിതത്തിന് പുറത്തുള്ള ആഗ്രഹങ്ങളുമാണ് വിശ്വാസികളെ ഇന്ന് ദുർബലരും ശത്രുവിനോട് എതിർത്തു നിൽക്കുവാനും ദൈവത്തിൽ വിശ്രമിക്കുവാനും കഴിവില്ലാത്തവരുമാക്കി തീർക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള സഹായവും നടത്തിപ്പും ഒഴുകിയെത്തേണ്ട ഹൃദയത്തിലെ വഴികളെ അത് അടച്ചു കളയുന്നു. എല്ലാ വിഷയങ്ങളും, ഏത് പ്രശ്നങ്ങളും ഭയാശങ്കകളും പ്രിയരെ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം തന്റെ പരിജ്ഞാനത്താൽ നമുക്ക് മറുപടി നൽകി തരും. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, ആരും നിങ്ങളെ സഹായിക്കാനില്ലായിരിക്കാം. മുൻപിൽ ചെങ്കടലാകാം, ഇരുവശവും ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളായ പർവ്വതങ്ങളുമാകാം. നിങ്ങളുടെ പുറകിൽ കൊലവിളി ഉയർത്തുന്ന ഫറവോനും സൈന്യവുമാകാം. ഭയപ്പെടാതെ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക. വിശ്രമിക്കുവാനും ആശ്രയിക്കുവാനും ദൈവപാദപീഠത്തെങ്കിൽ ഇരിക്കുക. ഉയരത്തിലെ സഹായം നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും. ചെങ്കടൽ വഴി തുറക്കും, മേഘസ്തംഭം മുകളിൽ തണൽ പരത്തും, അഗ്നിത്തൂണിന്റെ പ്രകാശത്തിൽ നിങ്ങൾ വഴി നടത്തപ്പെടുകയും ചെയ്യും. മരുഭൂമിയിൽ അത്ഭുത പരിപാലനവും കരുതലും കാവലും അനുഭവിക്കുവാനും ഇടയായിത്തീരും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്താൽ ബലപ്പെട്ട് ഈ ദിവസങ്ങളിൽ അപ്രകാരം തന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ പോരാട്ടങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിൻ പ്രകാരം ദൈവിക നടത്തിപ്പും പരിപാലനവും കരുതലും കാവലും അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്ന അവസരങ്ങൾ വിശ്വാസത്താൽ കണ്ട് ഏറ്റെടുത്ത് അനുഗ്രഹമായി അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ നടത്തിപ്പ് ചോദിക്കുന്നു. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു കൊടുത്താണ്. അപ്പച്ച, മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പാടി വാഴ്ത്തും
നിത്യമാ